ഇന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശ്വലും ഇത് റെഡി ആയിട്ടുണ്ട്. ഈശ്വലും ആദ്യമേ ഇക്കുവിൻ്റെ മേത്ത് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ, പോകാൻ റെഡി ആയിട്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഇല്ലാണ്ട് ഞങ്ങൾ ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഉണ്ണി നല്ല ഉറക്കമായിട്ടോ, അവളുടെ ഉറക്കത്തിൻ്റെ സമയമായിട്ടുണ്ടായി. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാനായിട്ട് ഇക്കുവിൻ്റെ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടോ. ഞാൻ പിന്നെ ഉണ്ണി ഉറങ്ങണ കാരണം വണ്ടി തന്നെ ഇരുന്നു. അപ്പോൾ ഇക്കു എനിക്കൊരു കട്ട്ലേറ്റും പിന്നെ കോഫിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചായ കുടിക്കാൻ നിർത്തലും ചായ കുടിക്കലൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആള് കൂടി ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി മാറി. ഞാനെപ്പോഴും കോഫിയാണ് കേട്ടോ പറയാറ്. എന്താണെന്നറിയില്ല, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് എന്തോ കോഫിനോട് ഒരു വല്ലാത്ത ഇഷ്ടം തോന്നി. അപ്പോൾ പിന്നെ എപ്പോഴും ഞാൻ കോഫി ആട്ടോ കുടിക്കാറുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇങ്ങനെ കാറിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വലിയ പോത്തുകളെ കണ്ടപ്പോൾ ഇക്കും എനിക്ക് കാണിച്ചു തരിക കേട്ടോ, മറ്റേ ബല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത ഭാഗങ്ങളാട്ടോ. പിന്നെ ഇക്കും എനിക്ക് പറഞ്ഞു തരികയാണോ പൊറിഞ്ചുമറിയൻ ഷൂട്ട് ചെയ്തത് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നല്ല ഗംഭീര മഴയായിരുന്നു. ഇത് ആദ്യമായിട്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോണത്. വെറുതെ ഇങ്ങനെ കറങ്ങി പിന്നെ കുറച്ച് നേരം കാറൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടേതായ കുറച്ച് പേഴ്സണൽ ടൈമായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചെരുപ്പ് എടുക്കാനായിരുന്നു. എനിക്കും ചെരുപ്പ് എടുക്കാനും ഇക്കുവിനും ഒരു ഷൂ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ കേട്ടോ ഞങ്ങൾ തിരിച്ചെത്തിയത്. അവിടെ ഈ ഒരു ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇക്കുന് വർക്കിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഷൂവും പിന്നെ എനിക്കൊരു ഡെയിലി വെയറും ആയിട്ടുള്ള ഒരു ചെരുപ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കുവിൻ്റെത് സെറ്റായി. പിന്നെ എനിക്കുള്ളത് ഇക്കുതേ ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇക്കു പറഞ്ഞു ഇതെടുത്തോ, ഇത് അടിപൊളിയായിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ചെരുപ്പ് ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെറിയ സൈസ് ഇല്ലാത്ത കാരണം ഞാൻ തിരിച്ച് അവിടെ തന്നെ വെച്ചു. എനിക്ക് എന്താണ് ആ ഒരു ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ. അങ്ങനെ അവിടുത്തെ ബാക്കി കളക്ഷൻസൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ക്യാപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിശിലുവിന് വെച്ച് കൊടുത്തു കേട്ടോ. ആൾക്കത് ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ അതും കൂടി എടുത്തിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ 3 പേർക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങി ഞാൻ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കുക കേട്ടോ. കുഞ്ഞിശിലു ഇതേ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുക്കുകയാണ് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേനും ഒരു വൈകുന്നേരം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. ഇതൊന്നും ഒട്ടും പ്ലാൻ ചെയ്തതായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഈശ്വല് തൊപ്പിയൊക്കെ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കെന്തോ അത് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ തൊപ്പിയൊക്കെ വെച്ച് നടക്കണതാണ് കുഞ്ഞിശിലുവിൻ്റെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നിയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.